ഹായ് ഓൾ, ഇറ്റ്സ് സൺഡേ നൈറ്റ്. നാളെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. ചേച്ചി എന്ന് പറഞ്ഞാൽ ആലൻ്റെ സിസ്റ്റർ, എൻ്റെ നാത്തൂൻ ജെനിഫർ. ചേച്ചിക്കൊരു ചെക്കപ്പ് ഉണ്ട്. ഡീറ്റെയിൽസ് ഇറ്റ്സ് ഹെർ സ്റ്റോറി. വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല, ഒരു ചെറിയ ചെക്കപ്പ്. ഞാൻ കമ്പനിക്ക് കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. ചേച്ചിയുടെ കൂടെ എവിടെയാണെങ്കിലും പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫുഡും അടിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഈ ഇഷ്യൂസ് മൊത്തവും പറയുന്നത് ചേച്ചിയുടെ അടുത്താണ് കേട്ടോ. ഉള്ളി തൊലിച്ച കാര്യമാണെങ്കിലും ചേച്ചിയുടെ അടുത്ത് പറയും. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻസും അഡ്വൈസസും ഒക്കെ തരും. ചേച്ചി പണ്ട് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ചേച്ചി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ നമുക്കൊരു ഗൈഡൻസ് തരുന്ന പോലാണത്. അപ്പോൾ നാളെ രാവിലെ ഫിഷ് മോളി വെക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നുറുക്കിയിട്ട്, കുറച്ച് സവാള, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ അരിഞ്ഞ് വെച്ചു. പിന്നെ ഇത് വെജിറ്റബിളിനായിട്ട് കുറച്ച് ബ്രിഞ്ചോളാണ് ഇരുന്നത്. ഇത് മെഴുക്ക് പുരട്ടുന്നതിനേക്കാളും അലനും കുക്കുവിനും ഒക്കെ ഇഷ്ടം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ടാണ് അരപ്പ് പുരട്ടുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനീഗറും കൂടെ. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇത് ഒരു ബോക്സിൽ ചില്ലറിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള റാക്കിലേക്ക്. നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചതിൻ്റെയൊക്കെ തൊട്ട് പുറകിലായിട്ടിരിക്കുന്ന 2 ബോക്സസിൽ ഒരെണ്ണത്തിൽ താഴെ ഇരിക്കുന്നതിൽ അലനുള്ള ഡിന്നറാണ്, ചപ്പാത്തിയാണ്. അതിൻ്റെ മേളിൽ കൊച്ചു കൊടുത്ത് വിട്ട് മറ്റേ കരൾ കറിക്കകത്ത് അതിൽ ഞാൻ കുറച്ച് സവാളയും കൂടെ മേളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൺഡേ മോർണിംഗ്. പതിവിൽ നേരത്തെ 5 മണിക്ക് അലാം വെച്ചിട്ട് ഞാൻ എണീറ്റ് ഒരു 5-6 കോട്ടുവായൊക്കെ വിട്ടിട്ട് കിച്ചണിലേക്ക് വന്നു. കുക്കറിൽ അരി വയ്ക്കുവാണ്. ചേച്ചിക്ക് ടോക്കൺ കിട്ടിയിരിക്കുന്നത് നമ്പർ 2 ആണ്. 9:30ക്കാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ നമ്പർ 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നേരത്തെ പോകണം. പിന്നെ മെഡിസിറ്റി ഇവിടുന്ന്, ഇതിപ്പോൾ ഇരവിപുരമാണ്, മെഡിസിറ്റി കൊട്ടിയത്തിനടുത്താണല്ലോ. അപ്പോൾ പുലിച്ചെറിയിൽ നിന്നാണെങ്കിൽ ഒരു ബൈ റോഡ് എടുത്താൽ മതി നമുക്ക് ആ റോഡിലേക്ക് പോകാനായിട്ട്, NH കയറാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് സ്കൂട്ടിയിൽ പുലിച്ചെറിയിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ചേച്ചി ഇവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യണമെങ്കിൽ അത്രയും റൗണ്ട് ഒന്നുകൂടെ കറങ്ങണം. പിള്ളേർക്കുള്ള പാലും വെച്ചു, കുക്കറിൽ അരിയും വെച്ചു. ഞാൻ ഇന്ന് ലഞ്ചിന് കാണത്തില്ല. ചേച്ചിയുടെ അടുത്ത് നിന്ന് നല്ല ഫുഡ് അടിക്കാം. അല്ലെങ്കിൽ ഇതെനിക്ക് പുറത്ത് പോകുമ്പോഴത്തേക്ക് ചേച്ചി എന്തെങ്കിലും മേടിച്ചുമൊക്കെ തരും കേട്ടോ. പണ്ട് ഈ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ നമ്മളെ കടയിൽ കൊണ്ടുപോകുമ്പോൾ മിഠായിയും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ച് തരുന്നതൊക്കെയാണ്. ചേച്ചിയുടെ കൂടെ പോയെന്നാലും നിനക്ക് എന്തുവാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ അതങ്ങ് വഹിക്കും. ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഞാനങ്ങ് മുതലാക്കും. അപ്പോൾ അതുകൊണ്ട് വയറ് അത്യാവശ്യം കാലിയാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ ചേച്ചിയും എന്നെ പോലെ തന്നെ തരക്കേടില്ലാത്തൊരു ഫുഡിയാണ്. ഗുഡ് ഫുഡ് അട്രാക്ട്സ് അസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ എന്ത് കണ്ടാലും ഒന്ന് ട്രൈ ചെയ്യാതെ വിടത്തില്ല. കാപ്പിക്കും ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോഴത്തേക്ക് പാലായി. ഇതിങ്ങനെ കാണാൻ നല്ല രസമാണല്ലേ, പാല് പൊങ്ങി വരുന്നത്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു ഐശ്വര്യം വരട്ടെ എന്ന് കരുതിയിട്ടാണ് മിക്ക വീഡിയോസിലും ഞാനത് ഉൾപ്പെടുത്തുന്നത്. ഇനി ആ പാൽപാത്രം മാറ്റിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അവിടെ ബ്രിഞ്ചോൾ പൊരിക്കുകയാണ്. ഇത് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ കുത്തിത്തിരികെ കയറ്റിയിട്ടുണ്ട്. ഒരു 2-3 ട്രിപ്പായിട്ടൊക്കെ ഇടാനുള്ള സമയമില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാൽ എനിക്ക് റെഡിയാവാൻ ഇത്തിരി സമയം വേണം. ഞാൻ മനസ്സിൽ ആലോചിക്കുന്ന ഡ്രസ്സ് എനിക്ക് കിട്ടത്തില്ല. ഒരു കോസ്റ്റ്യൂം ഞാനിങ്ങനെ ആലോചിച്ച് വയ്ക്കും. എന്നിട്ട് അലമാരി തുറക്കുമ്പോൾ അതൊഴികെ ബാക്കിയെല്ലാം എൻ്റെ മുമ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ വിചാരിക്കും അത് വേണ്ട, കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരെണ്ണം എടുക്കും. അപ്പോൾ ആദ്യം അന്വേഷിച്ച സാധനം മുന്നിൽ വന്നേക്കും. അതുകൊണ്ട് ഞാൻ ഈ അലമാരി ഒതുക്കുന്ന പരിപാടി വർഷത്തിലൊരിക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ. ചെയ്തിട്ട് കാര്യമില്ല. അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ ഈ അലമാരി തുറന്നു കഴിഞ്ഞാൽ ഒരു 80% മൊത്തം ബ്ലാക്കിലായിരിക്കും കാണുന്നത്. റെയറായിട്ട് മാത്രമേ വേറെ കളേഴ്സ് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. എന്തെടുത്താലും ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ബ്ലാക്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ അത് കിട്ടുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വെട്ടമൊക്കെ വീണ് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 5:20 ആയി കാണും. നല്ല തണുപ്പുണ്ട്. അമ്മേനെ ഞാൻ കുത്തി എണീപ്പിച്ചു. കാപ്പി ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട്. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബ്രിഞ്ചോളായി. ലേശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇരുന്ന് ഞങ്ങൾ കത്തി വെച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇതങ്ങ് വിട്ടുപോയി. മണം വരാൻ തുടങ്ങിയപ്പോഴാണ് വന്നെടുത്തത്. ഒന്ന് മുരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ആവോലി മീനാണ് ഫിഷ് മോളി വെക്കാനായിട്ട്. ഇത് നല്ല വെളുത്ത സുന്ദരി ആവോലിയായിരുന്നു കേട്ടോ. സിൽവർ പോംഫ്രെറ്റ്, ബ്ലാക്ക് പോംഫ്രെറ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ വെറൈറ്റീസ്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. ഇന്നലത്തെ അപ്പം മാവ് ബാക്കി ഇരിപ്പുണ്ട്. അത് വെച്ച് അപ്പം ചുടുവാണ്. ഈ മീനിൻ്റെ ഇംഗ്ലീഷ് പേരൊക്കെ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഒരു ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കോവിഡ് ടൈമിൽ കേരള സർക്കാരിൻ്റെ അധ്യാപക അവാർഡിന് അർഹനായ ചേട്ടൻ ഫിഷറീസ് കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഈ കോവിഡ് ടൈമിൽ ചേട്ടൻ്റെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ ഞാനാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ സാബു ചേട്ടൻ ഇങ്ങനെ എല്ലാം എനിക്ക് അയച്ചു തരും. വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, പിന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഈ വീഡിയോസ് മേർജ് ചെയ്യുന്ന പോലെ ഈ എല്ലാ ക്ലിപ്പിങ്സും കൂടെ മേർജ് ചെയ്ത് ചേട്ടൻ്റെ ഓഡിയോയും ആഡ് ചെയ്ത് ഇതൊരു ഫുൾ സെഷനാക്കി തിരിച്ചയക്കും. ഫിഷ് മോളി വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും
ഒരു 4-5 പച്ചമുളക് ഞാൻ കീറി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഈ കറിയുടെ എരിവ് മുഴുവൻ വരുന്നത് ഈ പച്ചമുളകിൽ നിന്നാണ്. അപ്പോൾ അതനുസരിച്ച് കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവും കൂടെ അനുസരിച്ച് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്ക് അതൊന്ന് വഴന്ന് വന്നോളും. ഇതൊരു മുരിഞ്ഞ് ബ്രൗൺ കളറൊന്നും ആകണ്ട, ലേശം ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അരി അപ്പോഴേക്ക് നമ്മളവിടെ വെളിയിൽ വെച്ചിട്ട് കുറച്ച് നേരമായി. വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിരുന്നു. നമ്മുടെ ചോറ് അങ്ങനെ റെഡിയായി. ഇനി ഇതെടുത്ത് അകത്തോട്ട് വെച്ചാൽ മതി. ചൂടില്ല കേട്ടോ, ആ പാത്രത്തിൽ ചൂടായി വരുന്നതേ ഉള്ളൂ. സവാള അധികം മുരിയണ്ട. ഒരു ഗോൾഡൻ നിറമായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളിടാം. പൊടികളായിട്ട് ഇതിൽ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട്, അമ്മ തേങ്ങാപ്പാലൊക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ, തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. നല്ല തിള വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ, ആ മീൻ വറുക്കുമ്പോൾ അതൊരു 3 മിനിറ്റിന് താഴെ മാത്രം ഒന്ന് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അത്ര പൊരിച്ചെടുക്കണ്ട, നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ. നമ്മുടെ ഈ കറിയിലേക്ക് കരണ്ടി ഇടരുത്. കരണ്ടി ഇട്ടാൽ ആ മീൻ പൊടിഞ്ഞിളകി വരും. അപ്പോൾ അത് നമ്മൾ ചട്ടിയുടെ സൈഡിലൊന്ന് പിടിച്ചിട്ടൊന്ന് ചെറുതായിട്ട് കുലുക്കിയെടുത്താൽ മതി. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി. ലേറ്റ് ആയാൽ പിന്നെ നടക്കത്തില്ല. അപ്പോൾ അവിടെ പോയി ഫുഡ് അടിക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും സമയം ഞാൻ വിചാരിച്ചതിനേക്കാളും അതിക്രമിച്ചു. അതുകൊണ്ട് അപ്പവും പഞ്ചസാരയാണ് ഞാൻ കഴിക്കുന്നത്. 2ാം പാലിൽ ആ മീൻ അങ്ങനെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഇച്ചിരി സ്ഥലം മാക്കി വെച്ചിട്ട് അടയ്ക്കാം. അതിലേക്കൂടെ വെള്ളം ഒന്ന് പറ്റട്ടെ. അത് നന്നായിട്ട് പറ്റി വരുമ്പോൾ ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി തിളച്ചാൽ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഈ ചട്ടി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും നമ്മൾ തീ ഓഫ് ചെയ്താൽ. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക, അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. ഇന്നലത്തെ ബീഫ് കറി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് അപ്പം കഴിക്കാനായിട്ട്. കുക്കു സാറിന് ഒരു ചെറിയ പനി, ഒന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ചിലപ്പോൾ അടവായിരിക്കും എന്നാണ് ഞാൻ ഈ ഒരു സ്റ്റേജ് വരെ വിചാരിച്ചിരുന്നത്, എൻ്റെ കൂടെ പുളിച്ചെറി വരാനായിട്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഈ സ്ലൈഡിലും വീഡിയോയിലും ഒക്കെ മീനിൻ്റെ പേര് ഇംഗ്ലീഷിൽ അയക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പല പേരും ഇംഗ്ലീഷ് പേര് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചത്. ഇറങ്ങിയപ്പോഴത്തേക്ക് താക്കോലില്ല വണ്ടിയിൽ, അതെടുക്കാനാണ് വന്നത്. അങ്ങനെ താക്കോലൊക്കെ എടുത്ത് ഞാൻ പോവാണ്. ഇവിടുന്ന് പുളിച്ചിറ വരെ പോകണം. ചേച്ചിയുടെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ചേച്ചിയായിട്ട് പോകും. ഇതിനിടയിൽ നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു ലെവൽ ക്രോസ് വരും. അതിൽ പെട്ടില്ലെങ്കിൽ എനിക്കവിടെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റും. എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അവിടെ പണി നടക്കുവാണ് കേട്ടോ. ഡാഡ ഈ കാർ ഷെഡ് ഇപ്പുറത്തോട്ടാക്കുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിൻ്റെ മുമ്പിലും ഇതുപോലെ സ്റ്റോണൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പുറത്ത് പെബിൾസും അപ്പുറത്ത് മെറ്റൽ ഇടാനും ഒക്കെയാണ് പ്ലാൻ. ഈ ഒരാളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതാണ് ചോക്കോ. ഡെല്ലയും കുക്കും ഒക്കെ ചോക്കോ എന്ന് വിളിക്കും, ഞങ്ങളെല്ലാവരും ചാക്കോ എന്ന് വിളിക്കും. വീട്ടിലോട്ട് വന്ന് കയറിയപ്പോഴേ ചെമ്മീൻ വറുത്തതിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ നേരെ കിച്ചണിൽ പോയി അത് കുറച്ച് പെറുക്കി തിന്നു. ഇത് നിഷ ചേച്ചിയുടെ ഹൗസ് ഹെൽപ്പാണ്. ബിരിയാണി ആയിരുന്നു ഇന്ന് ഇവിടെ കേട്ടോ. ഉച്ചക്കത്തേക്ക് പിള്ളേർക്ക് ലഞ്ചൊക്കെ കൊടുത്തുവിട്ട് ബിരിയാണി ആയിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് ബിരിയാണി അടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. സമയം ലേറ്റ് ആയതുകൊണ്ടും രാവിലെ അപ്പം കഴിച്ചതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ആ ബിരിയാണി ഒരു പിടിക്കാമായിരുന്നു. മമ്മിയും ഡാഡിയും സ്കൂളിലേക്ക് പോയി. ഞങ്ങൾ തൊട്ട് പുറകെ മെഡിസിറ്റിയിലോട്ടും പോയി കേട്ടോ. ഇവിടുന്ന് അടുത്താണ് മെഡിസിറ്റി. ഇനി നമ്മൾ അധികം വൈകത്തില്ല, 9:30 മുമ്പേ തന്നെ എത്തും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വിചാരിച്ചതുപോലെ തന്നെ സമയത്ത് ഹോസ്പിറ്റലിലെത്തി. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ എത്തിയിട്ടില്ല. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണാൻ കയറിയത്. പിന്നെ സ്കാനിങ് ഉണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിപാടിക്കൊക്കെ ആയിട്ട് ചേച്ചി അകത്തോട്ട് പോയപ്പോൾ ഞാൻ അവിടെ ന്യൂസും കണ്ട് ഉറക്കം തൂങ്ങിയിരുന്നു കുറേ നേരം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ അഡ്മിറ്റായി കിടക്കുമ്പോഴേക്കും ഞാൻ ഈ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിനെ കഴിച്ചിട്ടുള്ളൂ, തൊട്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇതിപ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ. ഞാൻ ഒരു ചട്ടിച്ചോറ് മേടിച്ചു, ചേച്ചി ഒരു ബിരിയാണി സദ്യ മേടിച്ചു. ബിരിയാണി സദ്യ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചു. സാധാ ബിരിയാണി ഒരു വാഴയിലയിൽ വെച്ച് ഒരു റവ ലഡുവും കുറച്ച് അച്ചാറും സാലഡും ഒരു ഫ്രൈ, ഒരു ചിക്കൻ്റെ ഒരു ഫ്രൈ പീസും കൂടെ വെച്ചിട്ടാണ് ബിരിയാണി സദ്യ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ പൊള്ളിച്ചതൊരെണ്ണം മേടിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് ഇവിടുത്തെ പണികൾ ഏകദേശം ഇത്രയായി. പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരു തലവേദന എൻ്റെ പാക്കേജിൽ എന്തായാലും ഉണ്ടാവും. അത് പോകാനായിട്ട് ഒരു ലൈം ജ്യൂസ് അടിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ പുതിയൊരാളും കൂടെയുണ്ട്. കുക്കു സാറ് പിന്നെ ഒരു വട്ടം കൂടെ ഛർദ്ദിച്ചിട്ടൊക്കെ കുഴഞ്ഞ് ഇവിടെ കിടക്കുകയാണ് ഈ സോഫയിൽ എൻ്റെ മടിയിൽ. അവിടെ അപ്പനും മോനും കൂടെ തെർമോക്കോൾ പിച്ച് എറിഞ്ഞ് കളിക്കുവാണ്. ഇന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, കമ്മിറ്റി മീറ്റിംഗ്. നമ്മുടെ തൊട്ടടുത്ത കുരിശടിയിൽ സെപ്റ്റംബർ 8-ാം തീയതി പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് 5:30 വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോൾ ആരും എത്തിയിട്ടില്ല, അച്ഛന്മാരും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കടലിൻ്റെ ഒരു ഫുട്ടേജ് എടുക്കാമെന്ന് കരുതി. സൺസെറ്റ് എടുക്കാമെന്ന് കരുതിയാൽ ആ ലാസ്റ്റ് ആ ചക്രവാളത്തിൻ്റെ അവിടെയായിട്ട് നിറച്ച് മേഘങ്ങളാണ് കേട്ടോ. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വിസിബിലിറ്റി പോവും. ഇപ്പോൾ സൺസെറ്റ് ആയിട്ടില്ല, പക്ഷേ സൂര്യനെ കാണാനില്ല. കുക്കുവിൻ്റെ പനി മിക്കവാറും ഒരു പണി തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം അവനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ.
കുരിശടിയിൽ വെച്ചാണ് കേട്ടോ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പനി നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അലനെ ഞാൻ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വിടാറുന്നത് ഈ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പപ്പ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. കുറച്ച് മുടി വെട്ടിക്കളയണം എന്നെനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കൺവിൻസ് ചെയ്തിട്ട് സൈഡും ബാക്കും ഒക്കെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ മുടി വെട്ടിയതിന് അവന് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ സോപ്പിട്ടാണ് വെട്ടിച്ചത്. ഇവിടെ വന്ന് ഒരു പേന മതിയെന്ന് പറഞ്ഞവൻ എടുത്ത സാധനങ്ങളാണ് ഇത്. ഫ്രൂട്ട് ലൂപ്സും ചോക്കോസും. പിന്നെ എനിക്കും നാളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കുംബർ എടുക്കണമായിരുന്നു, ടൊമാറ്റോയും ഒക്കെ മേടിക്കണമായിരുന്നു, കാശ്മീരി മുളക് പൊടിയും മേടിക്കണമായിരുന്നു. അതെല്ലാം കൂടെ വാങ്ങിച്ചു. വീട്ടിൽ വന്നു എല്ലാം പാക്ക് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ഇനി ഡിന്നർ ഉണ്ടാക്കാൻ ശക്തിയില്ല എന്ന് ഞാൻ അലനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അലൻ എനിക്ക് ദോശ മേടിച്ചിട്ട് വന്നു. എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ദോശ മേടിച്ചിട്ട് വന്നു. ഒരു 2-3 മസാല ദോശ സെറ്റും സാദാ ദോശയുണ്ടായിരുന്നു. കുക്കുവിന് മസാല ദോശ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 സാദാ ദോശ എടുത്ത് കുറച്ച് സാമ്പാർ ഇട്ട് കൊടുത്തു. ഞാൻ ഒരു ദിവസം ഇല്ലായിരുന്നപ്പോൾ ഇതുങ്ങളെല്ലാം കൂടി ഈ വീട് കുളവാക്കിയതാണ് ഈ കിടക്കുന്നത്. നിങ്ങൾ ഈ ഒരു വശവും കൂടെ കാണുമല്ലോ. ഇന്നിനി എന്തായാലും എനിക്ക് ശക്തിയില്ല ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഒന്ന് കിടന്നാൽ മതിയെന്നായി. പനി കുക്കുവിന് ഇത്തിരി കുറവുണ്ട്. ഇത് കുക്കു സാറിൻ്റെ പനി വേറൊരുത്തൻ അഭിനയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നാളെ കാണാം. ബൈ.